നമസ്കാരം, എല്ലാവർക്കും സതൻ മെനുവിലേക്ക് സ്വാഗതം. ഞാനിന്ന് സതൻ മെനുവിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയാണ്, ടേസ്റ്റിയാണ്. ടൊമാറ്റോ റൈസാണ് ഞാനന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു ലൈറ്റായിട്ട് ഒരു ബിരിയാണിയുടെ ടേസ്റ്റിലുള്ള ഒരു ടൊമാറ്റോ റൈസ്. അപ്പോൾ ഒരുപാട് അധികം ചേരുവകളൊന്നും ഇതിന് വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് ബസ്മതി റൈസിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി വന്ന ചോറിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വൈറ്റ് റൈസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ബസ്മതി റൈസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു നല്ലൊരു ടേസ്റ്റ് ഇതിന് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ എപ്പോഴും കുതിർക്കുന്നതിന് മുമ്പേ കഴുകി വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അരിയൊക്കെ പൊടിഞ്ഞു പോവും. ആകെ നമ്മുടെ റൈസൊക്കെ ഒന്ന് കുഴഞ്ഞ പരുവായിരിക്കും. അപ്പോൾ നിങ്ങൾ വൈറ്റ് റൈസ് എടുക്കുകയാണെങ്കിൽ, അതായത് ബാക്കി വന്ന ചോറ് എടുക്കുകയാണെങ്കിൽ ഉപ്പിടാതെ ആയിരിക്കും മിക്കവാറും നമ്മൾ വേവിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്കിത് മസാലയൊക്കെ നമുക്കിതിൻ്റെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഇത് കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഴയ ചോറ് വെച്ചിട്ട്, അതായത് ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണെങ്കിൽ വേറെ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കടായിൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയും നെയ്യും നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിനെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 ഗ്രാമ്പു ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അതേപോലെ തന്നെ ചെറിയ കഷ്ണം പട്ട കൂടെ ചേർക്കുവാണ്. അപ്പം ശരിക്കും ഈ മസാലയാണ് ശരിക്കും അതിനൊരു ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ നമുക്ക് കൊടുക്കുന്നത്. അപ്പം അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മളൊരു മീഡിയം സൈസ് സവാള മുഴുവനായിട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു 3/4 ഭാഗം ചേർത്താൽ മതിയാവും. കാരണം തക്കാളിയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്, സവാളയുടെ അതല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ ഒരു 3 വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സവാള ഇനി നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഞാൻ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. അപ്പോൾ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള വലിപ്പമുള്ള ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഗരം മസാല ടൊമാറ്റോ റൈസിനകത്ത് ചേർക്കാറില്ല. ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നല്ല പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ പുളിയില്ലാത്ത തക്കാളിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തേക്ക് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർക്കാൻ മറക്കരുത്. ഇത് നല്ല പുളിയുള്ളത് കൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം തക്കാളിയൊക്കെ. അപ്പോൾ പീസായിട്ട് കിടക്കരുത്. അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇപ്പോൾ ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുവരെ മാത്രമേ നിങ്ങൾക്ക് പ്രൊസീജിയർ ഉള്ളൂ. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് ചോറ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
അപ്പോൾ ചോറ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നതെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഇതിലിട്ട് തന്നെയാണ് ഞാനിത് വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് നമ്മൾ കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റ് കുതിർത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ അതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം. അതേപോലെ തന്നെ ഉപ്പ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് മാത്രമേ ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ. അപ്പോൾ ബസ്മതി റൈസ് ആകുമ്പോൾ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 3 മുതൽ 4 പേർക്ക് കഴിക്കാനുള്ള അളവുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ റൈസിന് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ഇത് വേവിക്കാൻ പോകുന്നത്. ബസ്മതി റൈസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം വേണം കേട്ടോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ചൂടോടുകൂടി മിക്സ് ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിങ്ങനെ കട്ടയായിട്ടിരിക്കും, കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഏതായാലും നമ്മുടെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ രാവിലെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാഴക്ക ഫ്രൈ ഉണ്ടല്ലോ, അതാണ്. അതേപോലെ തന്നെ പൊട്ടാറ്റോ റോസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നോക്കാൻ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്